പാലാരിവട്ടം സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി അവന്തികയെയും അവന്തികയുടെ സൈക്കിൾ മോഷണം പോയ വാർത്തയും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. മോഷണം പോയതിനു പകരം പുതിയ സൈക്കിൾ വിദ്യാഭ്യാസ മന്ത്രി അവന്തികയ്ക്ക് നൽകിയപ്പോൾ കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണും മനസ്സും നിറഞ്ഞതാണ്. പക്ഷേ ആ സൈക്കിളും മോഷണം പോയിരിക്കുന്നു. എന്തൊരവസ്ഥയാണല്ലേ. പക്ഷേ ഇത്തവണ കള്ളനെ കിട്ടി, കള്ളനെ പിടിച്ചു പോലീസ്, സൈക്കിളും കിട്ടി. കണ്ണിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിട്ടില്ല ഈ നല്ല കാഴ്ച. പാലാരിവട്ടത്തുള്ള 10ാം ക്ലാസ്സുകാരി അവന്തിക പൊന്നുപോലെ കൊണ്ടുനടന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച സൈക്കിൾ മോഷണം പോയപ്പോൾ പകരമൊന്ന് സമ്മാനിച്ചത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ മാസം 21 ട്യൂഷന് പോകാൻ, കൂട്ടുകാരെ കാണാൻ പോകാൻ, പുറത്തു പോകാൻ, അച്ഛന്റെ കടയിൽ പോകാൻ, അങ്ങനെ എല്ലാത്തിനും കൂടെ കൂട്ടിയിരുന്ന സൈക്കിൾ ആരോ മോഷ്ടിച്ചു. കണ്ണീരായി മാറിയ സങ്കടം. പോലീസിൽ പരാതി പറയുന്നതിനൊപ്പം 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അവന്തിക തന്റെ സങ്കടം വിദ്യാഭ്യാസ മന്ത്രിയോടും അറിയിച്ചു. സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ മന്ത്രിക്ക് മെയിൽ അയച്ചു. മന്ത്രി വിളിച്ചു, നേരിട്ട് വന്നു, പകരം ഒരു സൈക്കിളും സമ്മാനിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയതുപോലെ ഒരു സന്തോഷം. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. മന്ത്രി തന്ന സൈക്കിളും ഇന്നലെ മോഷണം പോയി. വ്യാഴാഴ്ച വൈകിട്ട് അച്ഛന്റെ തമ്മനത്തുള്ള പച്ചക്കറിക്കടയിൽ സൈക്കിളും കൊണ്ടുപോയി. രാത്രി തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. സൈക്കിൾ പൂട്ടി സിറ്റൗട്ടിൽ വെച്ചാണ് ഉറങ്ങാൻ കിടന്നത്. പക്ഷെ ഇത്തവണ കള്ളൻ പിടിയിലായി. സൈക്കിൾ കണ്ടുകിട്ടിയതായി പോലീസ് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. സമീപത്തെ വീട്ടിലെ CCTVയിൽ കള്ളന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. റെയിൻകോട്ട് ധരിച്ചെത്തിയ കള്ളന്റെ ചിത്രം വ്യക്തമല്ലായിരുന്നെങ്കിലും പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ ആളെ പൊക്കി. റിപ്പോർട്ടർ, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നുണ്ട് അവന്തികയുടെ വീട്ടിൽ നിന്നും. അവന്തികയുടെ അമ്മ നിഷ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജലി, അവന്തികയുടെ അമ്മയുണ്ടോ കൂടെ? ഉണ്ട് റോഷ്നി, അവന്തികയുടെ അമ്മയും ഉണ്ട്, അവന്തികയുടെ വല്യച്ഛനും ഉണ്ട്. നമുക്കെല്ലാവർക്കും അവന്തികയെ നന്നായി അറിയാം. കാരണം സൈക്കിൾ മോഷണം പോയപ്പോൾ തന്നെ ഇടുക്കി അതായത് മന്ത്രിക്ക് മെയിൽ അയച്ചു. മന്ത്രി നേരിട്ടെത്തി സൈക്കിൾ സമ്മാനിച്ചു. അങ്ങനെ വലിയ സന്തോഷത്തിലായിരുന്നു അവന്തിക. ഇങ്ങനെ ഇന്നലെയാണ് അവന്തികയുടെ സൈക്കിൾ വീണ്ടും മോഷണം പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ അവന്തികയുടെ അമ്മയുണ്ട്, നമുക്ക് അമ്മയോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്തായിരുന്നു സംഭവിച്ചത്? അത് വീണ്ടും സൈക്കിൾ എങ്ങനെ കാണാതെ പോയത്? രാവിലെ അച്ഛൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. വണ്ടിയുടെ അടുത്തിന് സൈക്കിളും വെക്കാറ്, സ്കൂട്ടിയുടെ അടുത്ത് തന്നെ. അപ്പോഴാണ് സൈക്കിൾ മിസ്സായെന്ന് അറിയുന്നത്. സൈക്കിൾ രാവിലെ ആണോ അറിയുന്നത്? രാവിലെ 7:30 നമ്മൾ കടയിൽ പോണ നേരത്ത്, കട തുറക്കാൻ പോണ നേരത്ത് താഴ്ത്തി അപ്പോൾ പോകുമ്പോൾ നോക്കിയതാണ്. അപ്പോഴാണ് സൈക്കിൾ മിസ്സിങ് ആണെന്ന് അറിഞ്ഞത്. ഇപ്പോൾ പ്രതിയെ പിടിച്ചു എന്നറിയുന്നുണ്ട്. അപ്പോൾ എന്താ പോലീസ് എന്താണ് പറയുന്നത്? സൈക്കിള് കിട്ടി, നമ്മളോട് കാണിച്ചു തന്നു, ഫോട്ടോ കാണിച്ചത് നിങ്ങളാണോന്നൊക്കെ ചോദിച്ചതിനോട് ആണെന്ന് പറഞ്ഞു. മന്ത്രി തന്ന സൈക്കിളിൽ കാണിച്ചു കൊടുത്തു, ആ ഫോട്ടോ, നമ്മളെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു അവർക്ക്. അപ്പോൾ ഓക്കെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അവരും പറഞ്ഞു. വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 4:30 ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇങ്ങനെ സൈക്കിൾ മോഷണം പോകുന്ന ഒരു ഞങ്ങളുടെ സൈക്കിൾ ഇപ്പോൾ 2ാമത്തെ സൈക്കിളാണ്. പിന്നെ അതിന് മുന്നേ ഏതൊരു കുട്ടിയുടെ സൈക്കിൾ പോയിന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഉള്ളത് നമുക്ക് അത്ര അറിയില്ല. പോലീസ് എങ്ങനെയാണ് ഇവരെ പിടിച്ചതെന്ന് പറഞ്ഞാല് ഞങ്ങള് ഈ സൈക്കിൾ ഇയാളൊരു സൈക്കിൾ മേലെ വന്നിട്ട് ആ സൈക്കിൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെ സൈക്കിൾ എടുത്ത് പോയത്. അതിനുശേഷം ഞങ്ങൾ രാത്രി ഇയാളെ സൈക്കിൾ അവിടെ കണ്ടെത്തി. ഒരു കടയുടെ മുന്നിൽ ഈ സൈക്കിൾ ഇരിക്കുന്നത് കണ്ടെത്തി. അപ്പൊ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് രാത്രി അയാളെ സൈക്കിൾ എടുക്കാൻ വരും, അപ്പൊ നമുക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ പോലീസിനും ഇൻഫോം ചെയ്തിട്ടാണ്. അപ്പോൾ പോലീസ് അപ്പം തന്നെ വന്നിട്ട് അവരും അപ്പോൾ സൈക്കിളൊക്കെ നോക്കി പോയി. അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ എന്തെങ്കിലും ആളെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യരുത്, ഞങ്ങളുടെ സ്പോട്ടിൽ ഇൻഫോം ചെയ്തോളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ രാത്രി നേരം വെളുക്കുന്ന ഇരുന്ന് ആരും കണ്ടില്ല. ഇന്ന് കാലത്ത് ഞാൻ കടയിലേക്ക് പോണ സമയത്ത് അപ്പുറത്തെ കടക്കാർ അപ്പം തുറക്കണുള്ളൂ. അപ്പോൾ ഞാൻ ആ കടക്കാരോട് പറഞ്ഞു എന്തായാലും അയാൾ വരികയാണെങ്കിൽ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ചായ കൊടുത്തിട്ട് ഇരുത്ത്. അയാളുടെ സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നില്ല, അത് അവിടെ വെച്ചിട്ടാണ് അവധിയുടെ അടുത്ത് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചായ കൊടുത്തിട്ട് ഇരുത്ത്, എന്നിട്ടൊന്ന് ഇൻഫോം ചെയ്ത് ഞങ്ങൾ അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കട തുറന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെയാണ് ഇങ്ങനെ പറഞ്ഞെടുത്ത് അയാളെ പിടിച്ചു. ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ല, അവിടെ ആൾക്കാർ പിടിച്ചെന്ന് പറഞ്ഞെടുത്ത്. അപ്പൊ തന്നെ പോലീസും വന്നു, അയാളെ കൊണ്ടുപോവുകയും ചെയ്തു. സൈക്കിൾ എപ്പോഴത്തേരുന്നാണ് പറഞ്ഞ പോലീസ്? അത് 4:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണത്. എന്നോട് പറഞ്ഞിട്ടില്ല, ഇവരോട് പറയണത് 4:30 ചെല്ലാൻ പറഞ്ഞിട്ടെന്ന് പറയുന്നുണ്ട്. സൈക്കിള് കിട്ടിയപ്പോൾ അവന്തികന്റെ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പൊ ഇപ്പൊ എന്താണ് അവന്തിക എന്താ പറയുന്നത്?
മോള് അറിഞ്ഞിട്ടില്ല. സൈക്കിൾ തിരിച്ചു കിട്ടി അറിഞ്ഞിട്ടില്ല. ഓക്കെ, അവന്തിക ട്യൂഷൻ പോയതാണ്. ആ അപ്പൊ ഇതിനു മുമ്പ് എങ്ങനെ ഉണ്ടായത്? വീണ്ടും സൈക്കിൾ കാണാതെ അവന്തികയുടെ ഒരു വിഷമം ഉണ്ടായി? അവന്തിക്ക് വിഷമമായിരുന്നു സൈക്കിള് പോയതിന്. ഇനിയിപ്പോൾ കള്ളന്മാർ നമ്മളെയും കൊണ്ടുപോകും, ഇവിടെ തന്നെ നമ്മൾ പോവാം, ഇവിടെ നിറച്ച് കള്ളന്മാരാണ്, എവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ ഇപ്പോൾ മന്ത്രി തന്ന സൈക്കിളും കൂടിയാണ്. ഇത്രയും പെട്ടെന്ന് കുറച്ച് ദിവസത്തിനുള്ളിലല്ലേ വീണ്ടും മിസ്സിങ്. നമുക്കത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോലും ഒരു ബുദ്ധിമുട്ട് പോലത്തെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാതിരുന്നാലും ശരിയാവില്ലല്ലോ. ഇങ്ങനെ ഒരു സൈക്കിൾ തിരിച്ചു കിട്ടിയത് അവന്തിക്ക് അറിയില്ല. അപ്പൊ തിരിച്ച് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അറിയോളൂ. കള്ളനെ പിടിക്കാനും മൂപ്പരും പോയിണ്ടായി. കള്ളനെ കണ്ട് അവിടെ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോളും മോനും പോയിണ്ടായി. അവിടെ നിന്ന് ഇനി സൈക്കിൾ ഇവരെ കയ്യിലുണ്ടോ, അത് അവരെന്താ ചെയ്തെന്ന് അറിയില്ലല്ലോ. നോർമലി സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് അവർ അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. കുറച്ച് ടൈം കൊണ്ട് തന്നെ അവരത് റെഡിയാക്കി എടുക്കില്ലേ. അവന്തികൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഭയങ്കര വിഷമായിരുന്നു പുള്ളിക്ക്. ഭയങ്കര വിഷമായിരുന്നു. രാത്രി ഉറക്കത്തിലും കരച്ചിലൊക്കെ തന്നെ. പേടി ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാ, കള്ളന്മാർ ഇനി വരുമോ, അമ്മ ഡോർ അടച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഒന്നുറങ്ങി എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്. ട്യൂഷന് ഇങ്ങനെയാണ് അവന്തികേൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ ട്യൂഷന് പോയിരിക്കുകയാണ്, ആളറിയില്ല സൈക്കിള്, അതായത് പോലീസിനെ പിടിച്ചു തിരിച്ച് സൈക്കിൾ കിട്ടുന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ തിരിച്ച് വന്നിട്ട് എന്തായിരിക്കും ആ പുള്ളിക്കാരിയുടെ ഒരു സന്തോഷം എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം അവന്തിക വലിയ പേടിയാണെന്നാണ് ഈ അമ്മ പറയുന്നത്. തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സൈക്കിളും കാണാണ്ട് പോവുകയാണ്. ഒരു മാസത്തിനുള്ളിലാണ് ഈ 2 സൈക്കിളും കാണാതെ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ അവന്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ കള്ളനോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, ഇങ്ങനെ ആരും ചെയ്യരുത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങുന്നല്ലേ, വേണ്ടവർ പുതിയ സൈക്കിൾ വാങ്ങാന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പം ഇടുക്കിയാണ് അവന്തിക. SSLC ഫുൾ A+ ആണ്. എന്തായാലും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന അവന്തികയ്ക്ക് നല്ല വാർത്ത തന്നെയാണ് കാത്തിരിക്കുന്നത്. റോഷ്നി. അതെ അഞ്ജലി, ട്യൂഷൻ കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ സൈക്കിൾ തിരിച്ചു കിട്ടി എന്ന വാർത്തയായിരിക്കും അവന്തിക അറിയുക. അത് സർപ്രൈസ് ആയിരിക്കും അവന്തികയ്ക്ക്. മിടുക്കിക്കുട്ടിയാണ്. SSLC പരീക്ഷയിലൊക്കെ മുഴുവൻ A+ നേടിയ ആൾക്കാണ് വിദ്യാഭ്യാസ മന്ത്രി സൈക്കിൾ സമ്മാനിച്ചത്. എന്തായാലും ആ നാട്ടിൽ ഇത്തരത്തിൽ സൈക്കിൾ മോഷ്ടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആദ്യത്തെ സൈക്കിൾ ആരാണ് മോഷ്ടിച്ചതെന്നും പോലീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്.